മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു പ്രത്യേകതരം ആക്ഷൻ, ലൈംഗിക ചുവയുള്ള ആക്ഷൻ ഡ്രൈവർ യദു പാതിരാത്രി തങ്ങൾക്ക് നേരെ, അതായത് പുറകിലെ സീറ്റിൽ ഇരുന്നിരുന്ന ആര്യ രാജ്യത്തിനും സഹോദര ഭാര്യയ്ക്ക് നേരെ കാണിച്ചു എന്നതാണ് പ്രധാന പ്രശ്നം. നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. പുറകിൽ വരുന്ന ഒരു കാറിന്റെ പുറകിലത്തെ സീറ്റിൽ 2 സ്ത്രീകൾ ഇരിക്കുന്നുണ്ടെന്നും അവരെ ലൈംഗികമായ ചേഷ്ടകൾ കാണിക്കാൻ, ഇതൊക്കെ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതാണ്? അല്ല അത് പിന്നെ ഈ പുറകെ വരുന്ന ഒരു കാറിൽ ആര്യ രാജേന്ദ്രനുണ്ടെന്ന് ഇതൊന്നും അയാളുടെ പ്രിയോറിറ്റിയിലില്ല ഡ്രൈവറുടെ. ആനമയക്കിയെ പേടിക്കണം, ആന മൂത്രത്തെ പേടിക്കണം. ഇവരിങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല, സൈഡ് കൊടുത്തില്ല, ലൈംഗിക ആംഗ്യം കാണിച്ചു, ഇങ്ങനെയൊക്കെ പരാതി പറയുന്നത് ഇവരുടെ അന്തസ്സിനെ ചേർന്നതാണ്. ഒരു വണ്ടി പരസ്യമായിട്ട് തടഞ്ഞു നിർത്തുക, അതിലുള്ള ആൾക്കാരെ ഇറക്കി വിടുക, അതിന്റെ വീഡിയോ എടുത്ത് ആളിന്റെ അടുത്ത് നിന്ന് മൊബൈൽ വാങ്ങിച്ച് അത് ഡിലീറ്റ് ചെയ്യുക. നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ സൈസ് ഇല്ല. അല്ല, ആര്യ രാജേന്ദ്രൻ ഒരു കളവും കൂടി പറയുന്നുണ്ട്. ഇവര് വണ്ടി കുറുകെ കൊണ്ടുവന്നിടുക, ഇത് അത് വീഡിയോയിൽ കൃത്യമായിട്ട് ദൃശ്യം കാണുന്നുണ്ട്. എന്നാൽ ഇവര് പറയുന്നത് അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പുത്തി ജോസിന്റെ എനിക്കറിയാം, ജോസിനോട് പറഞ്ഞേരെ. ആര്യ രാജേന്ദ്രന്റെ ഒരു ധാരണ അവരെന്തോ വലിയൊരു പോസ്റ്റിലാണെന്നാണ്. ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. നീ ആരാണെങ്കിലും എനിക്കെന്തരിച്ചു. ഈ കുട്ടിത്തെ ഇതുവരെ മാറിയിട്ടില്ല ആ കൊച്ചിന്റെ. ഈ DYFI സിന്ദാബാദ് വിളിക്കുന്ന ഒരു കോളേജ് പിള്ളയായിട്ടാണ് ഇപ്പോഴും ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റം. ഭർത്താവ് എന്ന് പറയുന്ന ഈ കോന്തൻ സച്ചിൻ ദേവ്, അവനെ MLA ആണല്ലോ, അവനെങ്കിലും തലക്കുള്ളിൽ അവൻ അതിലും വലിയ ഗുണ്ട. മനസ്സിലാക്കി കളഞ്ഞല്ല. വാസ്തവം പറഞ്ഞാൽ ആ കുട്ടിയെ മേയർ സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടതാണ് CPM. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. കുറച്ച് തലയ്ക്ക് വെളിവുള്ള പക്വതയുള്ള ആരെങ്കിലും വെക്കുക. കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി.